സുരേഷേ മറ്റേ സംഭവം അറിഞ്ഞിട്ടേ സദാചാര പോലീസ് സദാചാര പോലീസ് ഒരു സമയത്ത് കുറെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുറഞ്ഞതാ, വീണ്ടും കയറിയ. അതാ പറ്റ മധുവിനെ കൊന്നതോടുകൂടി. മധുവിനെ കൊന്നത് മാത്രമല്ല, അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, പല ഏരിയകളിലും ഉണ്ടായിട്ടുണ്ട്. ചില ഏരിയ തിരിഞ്ഞിട്ടായിരുന്നു സദാചാര പോലീസ് ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ചെറുപുഴ ഒതുങ്ങിയായിരുന്നു. അന്ന് വളരെ ശക്തമായ രീതിയിൽ ഉള്ള നടപടികൾ സർക്കാർ തലത്തിലും എടുത്തു, ജനങ്ങളും എടുത്തു. ആ സദാചാര പോലീസിന്റെ ചെറുപുഴന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും മുണ്ടേനെ അത്രത്തിൽ തടഞ്ഞു വെച്ചിട്ട് അമ്മ ഇട്ടിട്ട് അവസാനം പോലീസ് ചടവട പിടിച്ച് കേസെടുത്ത് കഴിഞ്ഞപ്പോ മലയാളം ഒതുങ്ങി. ഇതിപ്പം വന്ന പെൺകുട്ടി മരിച്ച കേസ് അതെ പബ്ലിക്കായിട്ട് അവമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെന്ത് ചെയ്യാനാ? പക്ഷെ അതിന് വേറൊരു കാര്യം അല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അവളെ അവമാനിച്ചത് അവളെ ആത്മഹത്യ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയായി. തീർച്ചയായിട്ടും കൊലപാതകം പറയുന്നത്. അല്ല, ഇപ്പൊ മൂന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവളെ പിന്നെ ആത്മഹത്യ കുറിപ്പിലെ ഒരു 3 പേര് സൂചിപ്പിച്ചിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ അമ്മ പറയുന്നത് പിന്നെ ഇവിടെ സംസാരിച്ച ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ ഇവിടെ കുറെ പൈസയും സ്വർണ്ണമൊക്കെ തോപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്നാ പറഞ്ഞത്. പക്ഷെ അത് മറ്റൊരു പേടിപ്പിച്ചിട്ട് പറഞ്ഞ അതെന്നാന്നറിയാവോ, നമ്മള് കൂടെ അങ്ങനെ ആകുമ്പോ ഒരാള് പൈസയും സ്വർണവും കൊടുക്കണമെങ്കിൽ അത് വേറെ തലത്തിലോട്ട് മാറിയില്ലേ? അർത്ഥം മാറി. ഒരാൾക്ക് ഒരു പരിചയമില്ലാത്ത. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പഴയ ഒരു മനോഭാവം അല്ല ഇന്ന് കുട്ടികൾക്കുള്ള. പെൺകുട്ടികളാണ് അവർ കോമൺ ആയിട്ട് ആ പരിചയമുള്ളവരോട് നിന്ന് സംസാരിക്കുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ വിഷയമല്ല. സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ കാലപ്പുറപ്പ്. വേറെ വിഷയം ഈ ലോകത്തിലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടി സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഒരാളുടെ അടുത്ത് പിന്നെ സഹകരിക്കോ പിന്നെ ആ രീതി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുഴപ്പം. നമ്മളോട് എടുത്തിട്ട് പോയാൽ പറയാം. അല്ല അതല്ല മാഷേ, അതെന്തൊരു ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് കേക്ക്, നമ്മുടെ കുട്ടികള് ഇപ്പൊ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മള് കുട്ടികൾ മറ്റുള്ളവരോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികൾ എത്ര ഉണ്ടാവും? എത്ര ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഒന്നിച്ച് പഠിച്ചവരുണ്ട്. ഇപ്പൊ പ്രായമുള്ളവരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് പഠിച്ചവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും പറയാൻ തോന്നുമ്പോ ഒരു സ്നേഹബന്ധല്ലേ. അതായത് ഇന്ന് എന്താ പറയുക, മതിലുകളില്ലാണ്ട് മറയില്ലാണ്ട് നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. കാരണം മാധ്യമങ്ങൾ അതുപോലെ വളർന്നുകൊണ്ടാണ്. അതിൽ വേറൊരു വിഷയമുണ്ട്, ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തവരും ധാരാളമുണ്ട്. അതുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് അതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്ന്. അല്ല, ആ ദുരുപയോഗത്തിന്റെ രീതിയിൽ ഇഷ്ടംപോലെ ആത്മഹത്യ. പക്ഷെ അത് ദുരുപയോഗം ചെയ്താലും അത് അന്വേഷിക്കാൻ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ സർക്കാർ തലത്തിൽ പോലീസില്ലേ, അതോറിറ്റി ഇല്ലേ? ഞാനും നീയും അല്ലല്ലോ ഇതിന്റെ സദാചാരക്കാര്. ഇവരൊന്നും ചിന്തിച്ച പറയുന്നല്ല ലോകം പോകുന്നത്. എവിടുന്ന് മിണ്ടെന്ന് വർത്താൻ പറഞ്ഞുകൂടാന്ന് പറഞ്ഞ ആരും. ഇതിപ്പോ ഇവിടെ ഇറാനില് മറ്റേ ഇതിട്ടെന്നും പറഞ്ഞിട്ട് എത്ര പെങ്കുച്ചിനെ തല്ലിക്കൊന്ന പോലെ ആയില്ല. അത് ഇതായിട്ട് എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ ചില സങ്കുചിത മനസ്ഥിതികളുടെ കുറച്ച് ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെയല്ല സുരേഷ്. അത് വെച്ചാൽ ഈ പഴമയെന്ന് മാറാൻ പഠിക്കുന്ന കുറെ മനസ്സുകളുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നു, അതിൽ നിന്ന് മാറാൻ മടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതല്ല, അതില്ലായില്ല. പക്ഷെ ചില മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് ആൾക്കാരുള്ളത്. അതന്നെയാണ് പറഞ്ഞത്. അതെ, മതിൽക്കെട്ടിനുള്ളിലാണ്. അത് പഴമയാണല്ലോ. ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ലോകം എവിടെ എത്തി? അത് സംഭവം. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, അതിന് വലിയ കുറെ കാര്യങ്ങളുണ്ട്. ഈ മതത്തിന്റെ മതിൽക്കെട്ടുകളില്ല. അതെ, വേറൊരു കാര്യമല്ലേ ലക്ഷ്മണ്ടാ, എല്ലാ മതത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും പ്രത്യേകിച്ച് മതത്തിനെ പറഞ്ഞല്ല. അത് ഞാൻ പറഞ്ഞേക്ക്, നമ്മള് സമ്പൂർണ്ണ സാക്ഷരതയും വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും ഉന്നതി നിൽക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇത് കേരളത്തില് അതാണ് പറയുന്നത്. വിദ്യാഭ്യാസ സമ്പന്നം കൊണ്ട് കേരളത്തെ കവച്ചു വെക്കാൻ സംസ്ഥാനമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേരളത്തിൽ കവച്ചു വെക്കാൻ അല്ലാത്ത അവസ്ഥ ഇപ്പൊ വന്നിട്ടുള്ളൂ. നേരെ ഉൾട്ട. അതെ. പക്ഷെ ഇതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പം ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് പൊതുസമൂഹത്തോട് നമുക്ക് പറയാം ഇത് ആവർത്തിക്കാതിരിക്കാം. അത്രേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം 100% പ്രാക്ടിക്കലോടുകൂടി. ഓൺലൈൻ
ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, ചെറുപുഴ. ഫോൺ നമ്പർ 9446007032, 9947771550, 8606897907.